കാരണം ആസാം റെജിമെൻറ്റിലുള്ള അവിടെ സൈനികനായിട്ട് വരുന്ന പല ആൾക്കാരും നോർത്ത് ഈസ്റ്റ് ഭാഗത്തു നിന്ന് ട്രൈബൽ ഏരിയയിൽ നിന്ന് വരുന്നത്. അപ്പം അവരധികം പേര് ക്രിസ്ത്യൻസാണ്. അപ്പം അന്ന് ഇത് ഫോം ചെയ്തപ്പോൾ അന്നുണ്ടായിരുന്ന കമാൻഡിങ് ഓഫീസേഴ്സും ഇന്ത്യൻ ആർമിയുടെ ചീഫും ഒക്കെ വിചാരിച്ചത് അപ്പം ആ ഒരു ഭാഗത്തെയും കൂടി ഉൾക്കൊള്ളണം. അത് ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ ഇൻക്ലൂസീവായിട്ട് വരണം എന്നുണ്ടെങ്കിൽ അവരുടെ വിശ്വാസത്തിൻ്റെ പാർട്ടായ ഈ ഹാലോലിയം വരുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഇതേ ഉള്ള അതിൻ്റെ അത് സിമ്പിള്. അപ്പം അതും കൊണ്ട് ഇവരെല്ലാം ക്രിസ്ത്യാനിയായെന്നല്ല അതിൻ്റെ ധാരണ. അപ്പം ഇത് ഈ ഹല്ലേലൂയ വെച്ച് പാടുന്ന ആസാം റൈഫിളിലെ പാട്ട് ആസാം റെജിമെൻറ്റിലെ പാട്ടെന്ന് പറയുന്നത് ഗ്ലോബലി അറിയുന്നൊരു സംഭവമാണ്. അപ്പം അതിനെപ്പറ്റി പല നിങ്ങൾക്ക് യൂട്യൂബിൽ അതിൻ്റെ വീഡിയോകളൊക്കെ അവൈലബിൾ ആണ്. അത് മനസ്സിലാക്കേണ്ടത് നമ്മളൊരു സെക്കുലർ രാജ്യമാണ്. പല വിശ്വാസികളുണ്ട്, വിശ്വാസമില്ലാത്തവരുണ്ട്. അപ്പം അതിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ പോകേണ്ടത്. അല്ല ചില കാര്യങ്ങളിൽ, അതായത് ഈ കഴിഞ്ഞ ഇതിൻ്റെ സംഘപരിവാർ ഈ ഭരണത്തിൽ വന്ന ശേഷമാണ് പട്ടാളത്തിലെ പല ഓഫീസർമാർക്കും പല ബയസ്ഡ് ആയിട്ടുള്ള തീരുമാനം എടുക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന സെക്കൻഡ് ലഫ്റ്റനൻറ്റ് സാമുവൽ കമലേശനെ ഒഴിവാക്കിയതും. അതേപോലെ നമ്മൾ തിരിച്ച് കാണുമ്പോൾ അമേരിക്കയിൽ ഒരു പട്ടാളക്കാരനെ, അത് ഹിന്ദുവായിട്ട് സനാതനിയായ പട്ടാളക്കാരനെ ഒഴിവാക്കാതെ അയാൾക്ക് പ്രമോഷൻ കൊടുത്ത് അയാളെ ഒരു കേഡറിലോട്ട് കൊണ്ടുപോയിട്ട് അത് ഹിന്ദു, അതായത് ഒരു പണ്ഡിറ്റായിട്ട് ചാപ്ലിനായിട്ട്, അതാണ് അതിൻ്റെ മാന്യത എന്ന് പറയാം. അതാണ് മെച്യൂർഡ് ഡെമോക്രസി. ഏതായാലും ഇതൊരു അനുഭവം തന്നെയാണ്. നമ്മളിത് മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെയാണ് ഓരോ രാജ്യങ്ങളും പോകേണ്ടത്. അല്ലാതെ അവരെ ഒഴിവാക്കുവാണെങ്കിൽ നിങ്ങൾ എത്ര പേരെ ഒഴിവാക്കാൻ സാധിക്കും? എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതായിരിക്കണം ഇന്ത്യൻ പട്ടാളം. അതാണ് ഇന്ത്യക്ക് ആവശ്യം.